ട്രെയിനുകളിൽ എല്ലാ കോച്ചിലും CCTV ക്യാമറ സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. വെളിച്ചക്കുറവോ ട്രെയിനിന്റെ അതിവേഗതയോ വിഷയമാകാതെ ദൃശ്യം വ്യക്തമായി പകർത്തുന്ന തരം ക്യാമറകളാണ് സുരക്ഷ മുൻനിർത്തി വയ്ക്കുന്നത്. രാജ്യത്ത് 200ഓളം ഇടങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. റിട്ടേണിൽ രാഷ്ട്രീയ സംഭാവന, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയവയുടെ ചെലവുകൾ എന്നിവ പെരുപ്പിച്ചു കാട്ടി വെട്ടിപ്പ് നടത്തുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. GST നിരക്ക് കൂടുതൽ ഏകീകരിക്കാനും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളും മറ്റുമായി ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമവായ ചർച്ച നടത്തും. 12% നികുതി സ്ലാബ് എടുത്തു കളയണമെന്ന ആവശ്യം ചർച്ചകളിലെ ഒരിനം. വെളിച്ചെണ്ണയുടെ വിലവർധനയ്ക്കിടയിൽ പാം ഓയിൽ, സൂര്യകാന്തി എണ്ണ ഇറക്കുമതി 9% കുറഞ്ഞു. എണ്ണ വർഷമായി കണക്കാക്കുന്ന നവംബർ മുതൽ ഒക്ടോബർ വരെയുള്ള ആദ്യ 8 മാസത്തെ കണക്കാണിത്. ജൂൺ വരെയുള്ള ഇറക്കുമതി 101 പകരം 92 ലക്ഷം ടൺ മാത്രം. വെള്ളിയും ബിറ്റ്കോയിനും ഇന്ന് സർവകാല റെക്കോർഡിൽ. വെള്ളിക്ക് ഗ്രാമിന് 2 രൂപ കൂടി 124. ട്രംപ് ഫാമിലിയുടെ കൈത്താങ്ങുള്ള ബിറ്റ്കോയിന് $1,21,000. താരിഫ് യുദ്ധത്തിനിടയിൽ ഈ വർഷം പ്രതിസന്ധി നിറഞ്ഞതാകുമെന്ന TCS വിലയിരുത്തലോടെ IT ഓഹരികൾക്ക് നഷ്ടകാലം. ഓഹരി വിപണി വിൽപ്പന സമ്മർദ്ദത്തിൽ. ഡോളർ വിനിമയത്തിൽ രൂപയ്ക്ക് ഇടിവ് 85.97. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.